സ്റ്റാർട്ടപ്പ് രംഗത്തെ കേരളത്തിന്റെ നേട്ടമെന്ന റിപ്പോർട്ട് പണം നൽകി തയ്യാറാക്കിയതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരോപണം നിഷേധിച്ചാൽ സ്വകാര്യ കമ്പനിക്ക് പണം നൽകിയ തെളിവുകൾ പുറത്തുവിടാമെന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയും പുറത്തുവന്നു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമ പരിപാടിയിൽ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയതാണ് സ്റ്റാർട്ടപ്പ് ജനോമിന്റെ റിപ്പോർട്ട്. വ്യവസായ സൂചികയിൽ കേരളം ഒന്നാമതെന്നായിരുന്നു റിപ്പോർട്ട്. പണം നൽകി തയ്യാറാക്കിയ റിപ്പോർട്ടാണിതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. $48,000 ഈ കമ്പനിക്കായി നൽകിയിട്ടുണ്ട്. 2019-21 കോവിഡ് കാലവുമായി താരതമ്യപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 2021 മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനിയുടെ ഉപഭോക്താവാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു. അതിനിടെ സ്റ്റാർട്ടപ്പ് ജനോമിന് പണം നൽകിയെന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിക്കുന്ന രേഖകളും പുറത്തുവന്നു. കേരളത്തിലെ വ്യവസായ മേഖലയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും തുടരുന്നതിനിടെയാണ് പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം.